മണ്ഡലങ്ങളെക്കുറിച്ചും ഗ്രഹകാരകത്വങ്ങളെക്കുറിച്ചും നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. ഏത് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ നമ്മളൊന്ന് നോക്കിക്കോണം. പിന്നെ മണ്ഡലങ്ങളെക്കുറിച്ചിട്ട വീഡിയോയും കൂടെ ഒന്ന് നോക്കിക്കോണം. ഇത്രയും ഉള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ചന്ദ്രമണ്ഡലം. ഒന്ന് ഇവിടെ ഇത്രയും ഭാഗം, ഈ ബുധവരലിന് താഴെ ഇവിടെ ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് ചന്ദ്രമണ്ഡലം എന്ന്. ഈ ചന്ദ്രമണ്ഡലം നമ്മുടെ മനസ്സ്. അപ്പോൾ ചന്ദ്രൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കിക്കോണം. അപ്പോൾ കൂടുതൽ മനസ്സിലാകും. പ്രധാന കാരകത്വങ്ങളായിട്ട് പറയുന്നത് മനസ്സ്, ജലം, പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ ഇല്ലേ, ബ്ലഡ്, ലിംഫ് അങ്ങനെയൊക്കെയുള്ളത്, പിന്നെ അമ്മ, ഇതിൻ്റെയൊക്കെ കാരകത്വങ്ങൾ ചന്ദ്രനാണ് നൽകിയിട്ടുള്ളത്. ചന്ദ്രമണ്ഡലത്തിൽ മറുകുകൾ വരികയാണെങ്കിൽ, അപ്പോൾ മറുകുകൾ ഏതെല്ലാം തരത്തിലുണ്ടെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മറുകുകൾ വരികയാണെങ്കിൽ എന്താണ് ഫലമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ മറുകളുടെ ഷേപ്പൊക്കെ നോക്കണം, എന്നിട്ട് കളർ നോക്കണം. ബ്രൗൺ ഒക്കെ കളർ നിറത്തിലുള്ള മറുകളാണെങ്കിൽ എഫക്റ്റ് കുറയും, നല്ല കറുപ്പ് നിറത്തിലുള്ള മറുകളാണെങ്കിൽ എഫക്റ്റ് കൂടുമേ, അതും ശ്രദ്ധിച്ചോണം. എന്നിട്ട് നമ്മൾ വലിയതാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും, ചെറുതാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചനയാകാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അതങ്ങ് മാഞ്ഞു പോകുമേ. തരത്തിൽ ഈ മറുക് കാണുമ്പോൾ മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബുദ്ധിരേഖയും പിന്നെ അല്ലാതുള്ള ഇമാജിനേഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഹൃദയരേഖയും പിന്നെ ആരോഗ്യരേഖയും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ നമ്മൾ ചന്ദ്രമണ്ഡലത്തിനെ ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ ഇവിടെ 1, 2, 3 ഇങ്ങനെ 4, ഈ 4 ഭാഗങ്ങളിൽ മറുകുകൾ വന്നാൽ എന്തൊക്കെയാണ് ഫലമെന്നാണ് പറയുന്നത്. ഫലങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരിച്ചിരി പേടിയൊക്കെ ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിനും. പിന്നെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. പിന്നെ ബ്ലഡ് സംബന്ധിച്ച അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റ് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ, ഒന്നിലങ്ങ് തീരെ മെലിഞ്ഞു പോവുക അല്ലെങ്കിൽ കൂടുതൽ വണ്ണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഈ യൂറിനറി കിഡ്നി സിസ്റ്റം ഇല്ലേ, യൂറിനറി സിസ്റ്റം, അതുമായിട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ വിവാഹബന്ധത്തിലൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ അമ്മയുടെയൊക്കെ ആരോഗ്യം, അതിനെയൊക്കെ ബാധിക്കാനും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതിൻ്റെ കാരകത്വങ്ങളും എല്ലാം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 നമ്മൾ കാണിച്ച 4 ഒരേ ഫലമായിരിക്കത്തില്ല വരുന്നത്, ആ ഫലം വ്യത്യാസമായിരിക്കും, അത് നോക്കാം. ഇവിടെയാണ് ഈ മറവ് വരുന്നതെങ്കിൽ, ഇത്രയും ഭാഗത്താണ് ഈ മറവ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ഈ വ്യക്തിക്ക് ഇച്ചിരി സംശയം ഇച്ചിരി കൂടുതലായിരിക്കും. അതായത് കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിൽ പങ്കാളികളെയൊക്കെ സംശയമായിരിക്കും. അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ ആ സംശയം കൂട്ടത്തക്ക രീതിയിലൊന്നും ചെയ്യരുത്, കുറയ്ക്കാൻ. നമ്മുടെ ജീവിതമല്ലേ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം പെരുമാറാൻ. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെക്കുറിച്ചൊക്കെ നല്ല പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ടൊന്നും നമുക്കൊന്നും ജീവിതത്തിൽ കിട്ടാനില്ല. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നതുകൊണ്ട് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കൊണ്ട് അത് കഴിയുന്നത്ര കൺട്രോൾ ചെയ്തേച്ച് നമ്മൾ പെരുമാറാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ സംശയരോഗം അങ്ങനെ കൂടി അത് ആ കുടുംബത്തെ മുഴുവൻ, അത് കുട്ടികളെയും കൂടെ ബാധിക്കുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ സംശയം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അങ്ങ് ഒഴിവാക്കിയിട്ട് പെരുമാറണം. പൊതുവെ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വാശിക്ക് വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ കുടുംബം തകർക്കത്തേ ഉള്ളൂ. ഇങ്ങനെയൊരു മറുകുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതായത് അവരുടെ ഇടപെടലുകൾ കാരണം നമ്മുടെ വിവാഹ ജീവിതമൊക്കെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്, ഡൈവോഴ്സൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് ഇമാജിനേഷൻ വളരെ, അതല്ലേ സംശയത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, വേണ്ടാത്തതെല്ലാം ചിന്തിച്ചു കൂട്ടത്തില്ലേ, അപ്പോൾ അത് കൂടുതലായിരിക്കും. അതുപോലെ ആണെങ്കിൽ നമ്മളിപ്പോൾ യാത്രകളൊക്കെ പോകുമ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ചും ദൂരയാത്രകൾക്കൊക്കെ വളരെയധികം തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കും അതിന് തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമ്മയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വഷളാകാൻ, ചിലപ്പോൾ അമ്മയുമായിട്ടൊക്കെ വഴക്കിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ജോലിയോട് നമുക്കൊരു ആത്മാർത്ഥത ഇല്ലാതിരിക്കാനുള്ള കാര്യമുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ നല്ല മറുകളുണ്ടല്ലോ, അങ്ങനെയുള്ള മറുകാണെങ്കിൽ, അപ്പോൾ ഇത് കാണുമ്പോഴേ നമ്മൾ ഇങ്ങനെയെല്ലാം ആണെന്ന് തീരുമാനിക്കരുത്. ചിലർക്ക് ഇങ്ങനെയുള്ള മറു വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഒരു വലിയ, ചിലപ്പോൾ കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ആയപ്പോലും ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ടൊക്കെ വൈറലാവുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെയുള്ളവർ. പക്ഷേ ആ
പ്രശസ്തി കുറച്ച് നേരമേ നിലനിൽക്കത്തുള്ളൂ. ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒറ്റ രാത്രി കൊണ്ടൊക്കെ വൈറലായിട്ട് പിന്നെ അവരുടെ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഈ നമ്മൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ ഹോസ്റ്റലിൽ അങ്ങനെ പൊതുവായിട്ടുള്ള ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കുന്നവരില്ലേ, അങ്ങനെയുള്ള ഇപ്പോൾ ട്രെയിനിലായാലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതുമൂലമൊക്കെയുള്ള അലർജി അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടാണ് ഒരു മറവ് കാണുന്നതെങ്കിൽ, ഈ മധ്യഭാഗത്തായിട്ടാണ് ഒരു മറവ് കാണുന്നതെങ്കിൽ അവർക്ക് ഈ ജീവിതത്തോടൊക്കെ വിരക്തി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടി കാണും. പിന്നാണെങ്കിൽ അവർ ഭയങ്കര ഇമാജിനേഷൻ, വേണ്ടാത്തെല്ലാം അങ്ങ് ചിന്തിച്ചു കൂട്ടും. അതുപോലെ ഈ പ്രകൃതി ആരാധകരായിരിക്കും, സൗന്ദര്യാരാധകരായിരിക്കും അവരതുപോലെ രക്തശുദ്ധി വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതായത് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള അലർജി. അതുപോലെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കണം. ഇതാണ് അവർ കൂടുതലും സൂക്ഷിക്കേണ്ടത്. അങ്ങനെ രക്തസംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയും വേണം. ഇനി ഈ ചന്ദ്രമണ്ഡലത്തിന് ഈ മൂന്നാമത്തെ ഭാഗത്ത്, ഈ മുകൾ ഭാഗത്താണ് ഈ മറുക് കാണുന്നതെങ്കിൽ ഈ എക്സ്ക്രീറ്ററി സിസ്റ്റമില്ലേ, കിഡ്നി, അവിടെയൊക്കെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കണം. ഈ സ്ട്രെസ്സ് കാരണമല്ലേ കൂടുതൽ രോഗങ്ങളും വരുന്നത്. അപ്പോൾ സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കണം. പിന്നാണെങ്കിൽ വാദം കൊണ്ടുള്ള അസുഖങ്ങളെ, വണ്ണം കൊണ്ടുള്ള അസുഖങ്ങളെയൊക്കെ വരാനുള്ള സാധ്യത. അപ്പോൾ ഈ മൂന്ന് ഭാഗത്ത് എവിടെ, ഈ ചന്ദ്രമണ്ഡലത്തിൽ എവിടെയായാലും ജലസംബന്ധമായ അസുഖങ്ങളെ, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളെ, പിന്നെ ശ്വാസ സംബന്ധമായ അസുഖങ്ങളെ, ആസ്മ പോലെയൊക്കെയുള്ളത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണെന്ന് പറയുന്നത്, വരുന്നതല്ല. പിന്നെ വിവാഹത്തിനും വളരെയധികം തടസ്സങ്ങൾ നേരിടുക. ചില പ്രശസ്തരായ കുഞ്ഞുനാളിലെ പെട്ടെന്ന് പ്രശസ്തിയൊക്കെ വരുന്ന, അതായത് നമ്പർ 1 കാരണം അവരുടെയൊക്കെ ആ കുട്ടികളുടെയൊക്കെ കൈ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു മറുക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് പ്രശസ്തിയാണ് നൽകുന്നത്. അതും കൂടി ഓർക്കണം. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. എപ്പോഴും മറുകൾ നെഗറ്റീവ് ആയിരിക്കത്തില്ല, പോസിറ്റീവും ഉണ്ട്. പക്ഷേ അവരായാൽ പോലും അവർക്ക് അലർജി സംബന്ധമായ അസുഖങ്ങൾ, അപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ അലർജി വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വെള്ളത്തിൽ കളിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, മണ്ണിൽ കളിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. പിന്നാണെങ്കിൽ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളും ഒക്കെ വരാനുള്ള, നീർക്കെട്ട് പോലെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വളരെയധികം അങ്ങനെയൊക്കെയുള്ള ആഹാരം വേണം. ആഹാരം വളരെയധികം സൂക്ഷിക്കണം. മുതിർന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും മദ്യപാനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാടേയില്ല. ഇങ്ങനെ മറുക് കാണുകയാണെങ്കിൽ അതൊന്നും പാടില്ല. പിന്നെ ധൈര്യം സംഭരിക്കണം. എപ്പോഴും ഭയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവരുടെ അമ്മമാർ ആരോഗ്യമൊന്നും സൂക്ഷിക്കണം. ചിലപ്പോൾ അവർക്ക് ആസ്മ അതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾ, യൂട്രസ് സംബന്ധമായിട്ട്, ഈ മറുകൾ കാണുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം. ചന്ദ്രമണ്ഡലത്തിൽ പുതുതായിട്ടൊരു മറുക് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, ഓൾറെഡി ഒരു മറുകുണ്ടെങ്കിലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മനസ്സ് നിയന്ത്രിക്കണം. വെള്ളത്തിനിടയ്ക്കൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വെള്ളത്തിലുള്ള അഡ്വഞ്ചറസ് ഗെയിംസൊക്കെ ഇല്ലേ, അതിലൊന്നും ഏർപ്പെടാതിരിക്കുക. അത് വെള്ളച്ചാട്ടത്തിലൊന്നും എടുത്ത് ചാടാതൊക്കെ ഇരിക്കുക. അല്ലെങ്കിൽ നദിയിൽ വഴി പോകുമ്പോൾ സൂക്ഷിക്കുക. അതായത് മുങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ നമുക്ക് മനസ്സിനെ സ്റ്റഡി ആയിട്ട് വയ്ക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചല ചിത്തത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതങ്ങ് ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഒരു കാര്യത്തിലും കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ അതിന് പറ്റിയ മുദ്രായോഗകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. പിന്നെ നമ്മൾക്ക് ഈ പ്രേമബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കര പ്രോബ്ലംസൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് തയ്യാറെടുപ്പ് നടത്തുക. പിന്നെ മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ വിഷ്വൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വളരെ പെർഫോമൻസ്, വളരെ നല്ല പെർഫോമൻസ് ആയിരിക്കും. എല്ലാവരും പെട്ടെന്ന് ഇവരെ ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ഏരിയ ആണെങ്കിൽ ആ ഏരിയയിലുള്ളവർ, അതല്ല കുറച്ചുകൂടെ നല്ല മറുകാണെങ്കിൽ വളരെയധികം പോപ്പുലർ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നാണെങ്കിൽ അമ്മമാരിൽ നിന്നും നല്ല സ്നേഹം
കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇമാജിനേഷനൊക്കെ മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് നല്ല ഇമാജിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇത് നല്ല മറുക അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് എന്ത് കാര്യത്തിനും പെട്ടെന്ന് അങ്ങ് ഒരു മ്ലാനതയൊക്കെ വന്നിട്ട് മൂഡ് ചേഞ്ച് എന്ന് പറയത്തില്ലേ, അതുപോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇച്ചിരി സ്വാർത്ഥത ഇച്ചിരി കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മനസ്സിന് എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിത്ത സംബന്ധമായും വെള്ള സംബന്ധമായും അതുപോലെ ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം വരാനുള്ള സാധ്യതകളെ ഒഴിവാക്കുക. സൈനസ് അതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. അലർജി ആണ് ഏറ്റവും പ്രധാനം. ആ അലർജി അപ്പോൾ നമ്മൾ നല്ല വെള്ളം മാത്രം ഉപയോഗിച്ചാൽ ആ അലർജി നമുക്ക് തടയാമല്ലോ. അങ്ങനെ. ഓം നമഃ ശിവായ.